ശ്രീ തൗഫീഖ് രാജൻ, നോക്കൂ, ഇന്നലെ തന്നെ ഔദ്യോഗിക പരിപാടിക്കായി കണ്ണൂരിലെത്തിയ മന്ത്രിയെ നാലിടങ്ങളിൽ 4-5 ഇടത്ത് യൂത്ത് കോൺഗ്രസ് ഒപ്പം തന്നെ KSU ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ പ്രതിഷേധിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങൾ പരമാവധി അതിനോടകം തന്നെ പ്രയോജനപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണല്ലോ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെയും പ്രതിഷേധം ഉണ്ടാവുകയാണ്. കാത്തിരുന്ന് മന്ത്രി എത്തുന്ന തക്കം നോക്കി പ്രതിഷേധിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള പിടിവലി ഉണ്ടാകുന്നു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു. അതൊക്കെ കഴിഞ്ഞു. 24 മണിക്കൂറിന് ശേഷവും അതിൽ ഒരു അധിക്ഷേപം, മന്ത്രിക്കെതിരെ നടത്തുന്ന അധിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയില്ല എന്നത് നൽകുന്ന സന്ദേശം എന്താണ്? നോക്കൂ, അത് വിദ്യാർത്ഥി നേതാക്കൾ മാത്രമല്ല, മുതിർന്ന നേതാക്കൾ വരെ അവരെ അഭിനേത്രി, നടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. രേണുക, മികച്ച അഭിനയം കാഴ്ചവെക്കുന്നവരെ അഭിനേത്രി എന്നല്ലാതെ മറ്റെന്ത് വിശേഷണമാണ് നൽകാൻ കഴിയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും രേണുകയുടെ ഒരു കാര്യം പറയാം. കേരളം കണ്ട കഴിവുകെട്ട ആരോഗ്യമന്ത്രി എന്ന പട്ടം നേടിയ വീണ ജോർജ് ഗത്യന്തരമില്ലാതെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ് KSU പ്രതിഷേധത്തിന് പിന്നാലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാനായി സാധിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രി, കേന്ദ്ര കഥാപാത്രമായും ബഹുമാനപ്പെട്ട സ്പീക്കർ സഹതടരായും കാട്ടിക്കൂട്ടിയ അഭിനയങ്ങളും തൊട്ടു പിന്നാലെ പടച്ചുവിട്ട നുണക്കഥകളും ഒക്കെ കേരളത്തിൽ കെട്ടടങ്ങുന്ന അല്ലെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയതാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം രേണുകയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ AKG സെന്ററിൽ ഇരിക്കുന്ന MP നികേഷ് കുമാറും പിരിയാരി എണ്ണിയപ്പോൾ പിരിപോയ P സരിനും ചേർന്ന അണിയിച്ചൊരുക്കുന്ന തിരക്കഥകളും നുണക്കഥകളും ഒക്കെ കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം, ഇല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും ചർച്ച ചെയ്യണമെന്ന് ഒരു സമീപനം സ്വീകരിച്ചാൽ അത് ശരിയാവില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇന്നലെ വീണ ജോർജ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ കപ്പിത്താന്റെ കൂട്ടാളികളും ഒക്കെ മുങ്ങിപ്പോവാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ പെരുവഴിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നികേഷ് കുമാറും ഈ P സരിനും ഒക്കെ ചേർന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശരി, ഈ P സരിനും നികേഷ് കുമാറും ഒക്കെ ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറയാനാണ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ രേണുകയുടെ ശ്രദ്ധ ഇന്നലെ മുതലുള്ള സാഹചര്യത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അതായത് ഇന്നലെ 3 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരവുമായി KSU ജില്ലാ പ്രസിഡന്റ് അതിലും 4ഓളം സഹപ്രവർത്തകരും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ആ ദൃശ്യങ്ങൾ പലകൂടി നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും ശരി, അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. കരിങ്കൊടി പ്രതിഷേധമാണ്. ബഹുമാനപ്പെട്ട ഹരീഷ് വാസുദേവൻ ഇവിടെ പറഞ്ഞു കൊടികെട്ടി കമ്പുമായാണ് വന്നതെന്ന്. അങ്ങനെ ഒരു കമ്പ് പോലും അത്തരത്തിൽ ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നില്ല. കരിങ്കൊടിയുമായി ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതല്ലാതെ 4 KSU പ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നത്. 4 KSU പ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ 40ഓളം പോലീസുകാർ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കറുത്ത വസ്ത്രം ധരിച്ച ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഗഡ്മാനും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് സുരക്ഷ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടു പിന്നാലെ കേരളത്തിലുടനീളം വലിയ രീതിയിൽ അക്രമ പരമ്പര അഴിച്ചുവിട്ടതിനെ പറ്റി കൂടി രേണുക ചർച്ച ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തൊട്ടു പിന്നാലെ നമ്മൾ എന്താ കണ്ടത്? ഇവർ പറഞ്ഞ വാദങ്ങളെല്ലാം KSU ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് പ്രതിരോധിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നുണക്കഥകൾ പൊളിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോ അവർ മികച്ച അഭിനേത്രിയാണ്, ആരോഗ്യമന്ത്രിക്ക് അപ്പുറം മികച്ച അഭിനയ മന്ത്രിയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഇവിടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ശ്രീ ജയരാജന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഷ്വലുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വിഷ്വൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹം റെഡ് മാർക്കറ്റ് ഒക്കെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് മണിക്കൂറുകൾക്കകം ആ വിഷ്വലുകളുടെ ആധികാരികത എത്രത്തോളമാണെന്നും ആ വിഷ്വലുകളുടെ അടിസ്ഥാനം എത്രത്തോളമാണെന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും CPM-ന് പണിവാളുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രേണുക. ഇന്നലെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അതിനപ്പുറത്തേക്ക് ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ പ്രതിഷേധം എത്തിയില്ല എന്ന് മാത്രമല്ല, ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് ആ കരിങ്കൊടിയുടെ നൂല് പോലും എത്തിയില്ല എന്നുള്ളത് രേണുക മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിനുശേഷം അഴിച്ചുവിട്ട അക്രമ പരമ്പരകൾ കൂടി ബഹുമാനപ്പെട്ട രേണുക മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. തീർച്ചയായും അത് തൗഫീഖ്, അത് നമുക്ക് CPM പ്രതിനിധിയോട് ചോദിക്കാം. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. നിങ്ങളുടെ പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് എത്തിയിട്ടില്ല എന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പറയുന്നതിനും ഒന്നും യാതൊരു തടസ്സവുമില്ല. അതാകാം. ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ 2-3 പേർ അതിഥികളായി തന്നെ ആകട്ടെ വീട്ടിലേക്ക് എത്തിയാൽ, അവർ നോക്ക് ചെയ്യാതെ എത്തിയാൽ ഞാൻ പേടിക്കും.
ഞാൻ അവരോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ നോക്ക് ചെയ്യാതെയോ ഏറ്റവും അടുത്ത ആളുകൾ പോലും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് അച്ഛനായാലും അമ്മയായാലും കുട്ടിയായാലും ഞാൻ വിളിച്ചിട്ട് വരണമെന്ന് പറയുന്ന ആളാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ രണ്ടുപേർ നമ്മൾ അടുത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു ഞെട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആരോഗ്യമന്ത്രി പരിപാടി കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ വരുന്ന സമയത്ത് അവിടെ അത്രയും രണ്ടുപേർ ആക്രോശിച്ചെത്തുകയാണ്. അവിടെ ഉണ്ടായ പിടിവലിയിൽ അവർക്കൊന്നും സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കുണ്ടായ ആഘാതം ഇനിയിപ്പോൾ ശാരീരികമായിട്ടല്ലാതെ തന്നെ ഉണ്ടായ ആഘാതം എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുണ്ടായി എന്നത് സത്യം എന്നിരിക്കെ, അതിന് ദൃശ്യങ്ങൾ ഉണ്ടെന്നിരിക്കെ, അതിനെ ഈ രീതിയിൽ ന്യായീകരിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ശരിയാണോ എന്നതാണ് ഞാൻ തൗഫീഖിനോട് ചോദിച്ചത്. എന്റെ രേണുക, അത്തരത്തിലൊരു അതിക്രമം അവിടെ ഉണ്ടായിട്ടില്ലെന്നേ. നിങ്ങൾ ഇനിയും ഇതിന്റെ അടിസ്ഥാനവും ഇതിന്റെ സത്യവും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറയാനാണ്? ഇത്രയധികം ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടുകൊണ്ട് ആ ദൃശ്യങ്ങളിൽ ആധികാരികത കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇനിയും രേണുവയ്ക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, കേരളത്തിലെ CPM നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇതിനപ്പുറത്തേക്ക് ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ രേണുക ഒരു വാർത്ത ഇന്ന് മാതൃഭൂമിയുടെ വാർത്ത കണ്ടല്ലോ. റെയിൽവേ സ്റ്റേഷൻ CCTV നിരീക്ഷണത്തിലാണുള്ളത്. 24 മണിക്കൂറും 24x7 റെയിൽവേ സ്റ്റേഷൻ നിരീക്ഷണത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ അവിടെ CCTV നിരീക്ഷണമുണ്ട്. എന്റെ രേണുക, അത്തരത്തിൽ ഇന്ന് RPF കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറഞ്ഞതും പച്ചക്കള്ളമാണെന്നല്ലേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആ CCTV പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനുകളിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ശരിയോ തെറ്റോ അല്ലല്ലോ നമ്മൾ ഇവിടെ. ഞാൻ താങ്കളോട് ചോദിച്ചത് എന്താണ്? രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് വന്ന് പറയുകയാണ് നല്ല നടിയാണ് എന്ന് പറയാണ്. ഒരു വനിതാ മന്ത്രി ആക്രമിക്കപ്പെട്ട് അവർ ആശുപത്രിയിൽ കിടക്കുകയാണ്. അവിടെ KSU പ്രവർത്തകരുടെ പ്രതിഷേധമാണ് അതിലേക്ക് നയിച്ചത്. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാനൊന്ന് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതൊന്നും അല്ലല്ലോ. KSU പ്രവർത്തകരെ, DYFI പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ടും പോയി കിടക്കുന്നതല്ലോ. KSU പ്രവർത്തകരാണല്ലോ ചെന്നത്, മന്ത്രി വിളിച്ചു വരുത്തിയതല്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നതിന്റെ സന്ദേശം എന്താണ് എന്നതാണ് ഞാൻ ചോദിച്ചത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അവർ പറഞ്ഞത് 100% സത്യം തന്നെയാണ്. അവർ ആരോഗ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് അവർ മികച്ച അഭിനയ മന്ത്രി ആയതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട രേണുക അല്പം മുമ്പ് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. രേണുകയുടെ വീടെന്ന് പറയുന്നത് ഒരു സ്വകാര്യ സ്ഥലമാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു പൊതുസ്ഥലമാണ്. അവിടെ രേണുക ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ പൊതുജനങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ 24x7 ഞാൻ ആ വിഷയത്തിൽ അടിയുറച്ച് നിൽക്കുന്നു, അടിമലയിട്ട് പറയുന്നു. 24 മണിക്കൂറും CCTV നിരീക്ഷണമുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് RPF പറയുന്നത് അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ദൃശ്യം, മന്ത്രിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളില്ല എന്ന് പറയുന്നത്. ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം അവിടെ ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതിന്റെ നേതൃത്വത്തിലുണ്ടായി. അതിനപ്പുറത്തേക്ക് ഇവിടെ അവരെ അതിക്രമിക്കുന്ന തരത്തിൽ, അവരെ ആക്രമിക്കുന്ന തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇവിടെ രമേശ് ചെന്നിത്തല അടക്കം ഒരു പോയിന്റ് കൂടി, അതായത് രമേശ് ചെന്നിത്തല അടക്കം സൂചിപ്പിച്ച സാഹചര്യം അത് വളരെ കറക്റ്റാണ്. കാരണം അവർ ഇതിന് ഈ കേരളത്തിലെ മികച്ച നടന്മാരെയും നടിമാരെയും കടത്തിവെട്ടുന്ന അഭിനയിക്കുകയാണ് ബഹുമാനപ്പെട്ട വീണ ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഞാനൊരു കാര്യം വളരെ കൃത്യവും വ്യക്തവുമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ BLS നിയമപ്രകാരം കേസെടുക്കണം. ആർക്കെതിരെ കേസെടുക്കുന്നതെന്ന് അറിയുമോ? ഇത്തരത്തിൽ കേരളത്തിൽ വലിയൊരു നുണക്കഥ പറഞ്ഞ, അക്രമം അഴിച്ചുവിട്ട, കലാപഹോലത്തിന് വലിയ രീതിയിൽ കലിക്കൽ നീക്കിയ, ഗൂഢാലോചന നടത്തിയ വീണ ജോർജിനെ 1-ാം പ്രതിയാക്കുകയും ആ അക്രമ സംഭവങ്ങൾക്ക് ആഹ്വാനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ 2-ാം പ്രതിയാക്കിയും കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മുൻപ് രേണുകയോട് പറഞ്ഞു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിൽ ഒരു വ്യാജ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായപ്പോ, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയൊരു നുണക്കഥ ഉണ്ടായപ്പോ, ആ നുണക്കഥയുടെ ചുവട് പിടിച്ച കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങനെ കൊടിമരകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ ഉൾപ്പെടെ അത്തരം അക്രമ സംഭവങ്ങളോട് യാതൊരു തരത്തിലും നമ്മൾക്ക് യോജിക്കാൻ കഴിയാത്തതാണ്. അത് ഞാൻ CPM പ്രതിനിധിയോട് ചോദിക്കാം. ദയവായി താങ്കൾ തുടരൂ. ഞാൻ താങ്കളിലേക്ക് വരാം, നമുക്ക് സമയമുണ്ടല്ലോ. ശ്രീ D സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും അതിനെ അപലപിക്കുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല അവിടെ ഉണ്ടായത് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുമ്പോൾ അതാണോ അവസ്ഥ? ഇതിനെ ഒരു വധശ്രമമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ, പ്രതിപക്ഷ നേതാവിന്റെ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുന്നു, DCC ഓഫീസിലേക്ക് അക്രമം നടക്കുന്നു. കൊല്ലത്ത് നടന്ന
ഈ പ്രതിഷേധ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ അങ്ങേറ്റം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.